ഗെറ്റ് ഇൻ. ഫ്രൈസൽ വെർബ് ഗെറ്റ് ഇൻ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രവേശിക്കുക എന്ന് പറയുവാനായിട്ട് ഗെറ്റ് ഇൻ എന്നുള്ള ഫ്രൈസൽ വെർബ് യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുണ്ട്. 2-3 സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഗെറ്റ് ഇൻ ദ കാർ, കാറിൽ കയറൂ. ഗെറ്റ് ഇൻ ദ കാർ, കാറിൽ കയറൂ. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഗെറ്റ് ഇൻ ടു ദ കാർ, കാറിൽ കയറൂ. ഇവിടെ പ്രിപ്പോസിഷൻ ഇന്നിനു പകരം ഇൻറ്റു ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഗെറ്റ് ഇൻ ദ കാർ, കാറിൽ കയറൂ. ഗെറ്റ് ഇൻ ടു ദ കാർ, കാറിൽ കയറൂ. ഗെറ്റ് ഓൺ ദ പ്ലെയിൻ, പ്ലെയിനിൽ കയറൂ. പ്ലെയിന്, ബസ്, ട്രെയിന്, ബൈക്ക്, ഹോഴ്സ് എന്നിവയിലൊക്കെ കയറുക എന്ന് പറയുവാനായിട്ട് നമ്മൾ പ്രിപ്പോസിഷൻ ഇൻ അല്ല യൂസ് ചെയ്യുന്നത്, പ്രിപ്പോസിഷൻ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. ഗെറ്റ് ഓൺ ദ പ്ലെയിൻ, പ്ലെയിനിൽ കയറൂ. ഗെറ്റ് ഓൺ ദ പ്ലെയിൻ. ഗെറ്റ് ഓൺ ദ ബസ്, ബസ്സിൽ കയറൂ. ഗെറ്റ് ഓൺ ദ ബസ്. ഗെറ്റ് ഓൺ ദ ട്രെയിൻ, ട്രെയിനിൽ കയറൂ. ഗെറ്റ് ഓൺ ദ ട്രെയിൻ. ഗെറ്റ് ഓൺ ദ ബൈക്ക്, ബൈക്കിൽ കയറൂ. Get on the bike. Get on the horse, horseil കയറൂ. Get on the horse. Next, I got in my car, ഞാൻ എൻ്റെ കാറിൽ കയറി. ഇത് പാസ്റ്റ് ആണ്, ഗെറ്റിൻ്റെ പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. I got in my car, ഞാൻ കാറിൽ കയറി. I got in my car. I got into my car, preposition into നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. I got into my car. Next, you need to have a ticket to get in. അകത്ത് പ്രവേശിക്കുവാനായിട്ട്, എൻട്രി ചെയ്യുവാനായിട്ട് താങ്കൾക്ക് ടിക്കറ്റ് വേണം. You need to have a ticket to get in. You need a ticket to get in. എൻട്രി ചെയ്യുവാനായിട്ട്, പ്രവേശിക്കുവാനായിട്ട് താങ്കൾക്ക് ടിക്കറ്റ് വേണം. You need a ticket to get in. യു നീഡ് എ കീ ടു ഗെറ്റ് ഇൻ. എൻ്റർ ചെയ്യുവാനായിട്ട്, പ്രവേശിക്കുവാനായിട്ട് താങ്കൾക്ക് കീ വേണം. യു നീഡ് എ കീ ടു ഗെറ്റ് ഇൻ. നെക്സ്റ്റ്, യു നീഡ് എ പാസ്വേഡ് ടു ഗെറ്റ് ഇൻ. പ്രവേശിക്കുവാനായിട്ട്, എൻ്റർ ചെയ്യുവാനായിട്ട് താങ്കൾക്ക് പാസ്വേഡ് വേണം. യു നീഡ് എ പാസ്വേഡ് ടു ഗെറ്റ് ഇൻ. നെക്സ്റ്റ്, ഐ ആം ട്രൈങ് ടു ഗെറ്റ് ഇൻ ദ ബിൽഡിംഗ്. ഞാൻ ബിൽഡിങ്ങിൽ പ്രവേശിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഐ ആം ട്രൈങ് ടു ഗെറ്റ് ഇൻ ദ ബിൽഡിംഗ്. നെക്സ്റ്റ്, ഐ ആം ട്രൈങ് ടു ഗെറ്റ് ഇൻ ദ ഹൗസ്. ഞാൻ വീട്ടിൽ പ്രവേശിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ട്രൈങ് ടു ഗെറ്റ് ഇൻ ദ ഹൗസ്. നെക്സ്റ്റ്, ഐ ആം ട്രൈങ് ടു ഗെറ്റ് ഇൻ ദ ഡോർ. ഞാൻ ഡോറിൽ കൂടി എൻ്റർ ചെയ്യുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ട്രൈങ് ടു ഗെറ്റ് ഇൻ ദ ഡോർ. നെക്സ്റ്റ്, ഐ കാൺ ഗെറ്റ് ഇൻ ദ ഡോർ. എനിക്ക് ഡോറിൽ കൂടി എൻ്റർ ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല, എനിക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നില്ല. ഐ കാൺ ഗെറ്റ് ഇൻ ദ ഡോർ. നെക്സ്റ്റ്, ദ ഡോർ ഈസ് ലോക്ക്ഡ്. ഡോറ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഐ കാൺ ഗെറ്റ് ഇൻ. എനിക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നില്ല. ആൻഡ് ഐ കാൺ ഗെറ്റ് ഇൻ. നെക്സ്റ്റ്, ഷീ ക്ലൈംബ് ത്രൂ ദ വിൻഡോ ടു ഗെറ്റ് ഇൻ. പ്രവേശിക്കുവാനായിട്ട് അവൾ വിൻഡോയിലൂടെ ക്ലൈംബ് ചെയ്തു. ഷീ ക്ലൈംബ് ത്രൂ ദ വിൻഡോ ടു ഗെറ്റ് ഇൻ. നെക്സ്റ്റ്, വി കുഡ്ന്റ് ഗെറ്റ് ഇൻ ദ ഹൗസ് ബിക്കോസ് വി ഫോർഗോട്ട് ദ കീസ്. കീസ് മറന്നുപോയത് കാരണം ഞങ്ങൾക്ക് വീട്ടിൽ പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. വി കുഡ്ന്റ് ഗെറ്റ് ഇൻ ദ ഹൗസ് ബിക്കോസ് വി ഫോർഗോട്ട് ദ കീസ്. നെക്സ്റ്റ്, ഹി ഫോർഗോട്ട് ഹിസ് ബാഡ്ജ് ആൻഡ് കുഡ്ന്റ് ഗെറ്റ് ഇൻ ദ ഓഫീസ്. അവൻ്റെ ബാഡ്ജ് മറന്നുപോയി, അതുകൊണ്ട് അവന് ഓഫീസിൽ പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഹി ഫോർഗോട്ട് ഹിസ് ബാഡ്ജ് ആൻഡ് കുഡ്ന്റ് ഗെറ്റ് ഇൻ ദ ഓഫീസ്. നെക്സ്റ്റ്, ദേ വുഡൻറ്റ് ലെറ്റ് us get in without a proper ID. ഒരു പ്രോപ്പർ ഐ ഡി ഇല്ലാതെ അവർ നമ്മളെ പ്രവേശിക്കുവാനായിട്ട്, എൻ്റർ ചെയ്യുവാനായിട്ട് അനുവദിക്കില്ല.
They wouldn't let us get in without a proper ID. Next, we have to wait in line to get in the concert hall. കൺസേർട്ട് ഹാളിൽ പ്രവേശിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ലൈനിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വി ഹാവ് ടു വെയിറ്റ് ഇൻ ലൈൻ ടു ഗെറ്റ് ഇൻ ദ കൺസേർട്ട് ഹാൾ. നെക്സ്റ്റ്, ഇറ്റ്സ് ഹാർഡ് ടു ഗെറ്റ് ഇൻ വിത്തൗട്ട് ആൻ ഇൻവിറ്റേഷൻ. ഇൻവിറ്റേഷൻ ഇല്ലാതെ പ്രവേശിക്കുന്നത് പ്രയാസമാണ്. ഇറ്റ്സ് ഹാർഡ് ടു ഗെറ്റ് ഇൻ വിത്തൗട്ട് ആൻ ഇൻവിറ്റേഷൻ. നെക്സ്റ്റ്, വി ആർ ട്രൈ ടു ഗെറ്റ് ഇൻ ത്രൂ ദ ബാക്ക് എൻട്രൻസ്. പുറകിലത്തെ എൻട്രൻസ് വഴി പ്രവേശിക്കുവാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ ട്രൈ ടു ഗെറ്റ് ഇൻ ത്രൂ ദ ബാക്ക് എൻട്രൻസ്. നെക്സ്റ്റ്, ഐ നോക്ക്ഡ് സെവറൽ ടൈംസ്. ഞാൻ പല പ്രാവശ്യം നോക്ക് ചെയ്തു. ബട്ട് നോ വൺ ആൻസേർഡ്. ആരും ആൻസർ ചെയ്തില്ല. സോ ഐ കുഡിൻ ഗെറ്റ് ഇൻ. അതുകൊണ്ട് എനിക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. സോ ഐ കുഡിൻ ഗെറ്റ് ഇൻ. ഇനി ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് തീരുക, അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക, പ്രവേശിക്കുക എന്നൊക്കെ പറയുവാനായിട്ടും നമ്മൾ ഗെറ്റ് ഇൻ എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്ത് സംസാരിക്കാറുണ്ട്. 2-3 സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഹൗ ഡു യു ഗെറ്റ് ഇൻ? നീ എങ്ങനെയാണ് അതിൽ പ്രവേശിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് തീർന്നത്? ഹൗ ഡു യു ഗെറ്റ് ഇൻ? ഹൗ ഡു യു ഗെറ്റ് ഇൻ? നെക്സ്റ്റ്, ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ് ഇൻ. അതിൽ പ്രവേശിക്കുന്നത്, അതിൽ ജോയിൻ ചെയ്യുന്നത് ഈസി അല്ല. ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ് ഇൻ. നെക്സ്റ്റ്, ഹി ഈസ് ഹാവിങ് എ ഹാർഡ് ടൈം ഗെറ്റിംഗ് ഇൻ. അതിൽ പ്രവേശിക്കുന്നതിൽ അവൻ ട്രബിൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ഹാവിങ് എ ഹാർഡ് ടൈം ഗെറ്റിംഗ് ഇൻ. നെക്സ്റ്റ്, ഹി ഈസ് ഹാവിങ് എ ഹാർഡ് ടൈം ഗെറ്റിംഗ് ഇൻ ടു കോളേജ്. കോളേജിൽ പ്രവേശിക്കുന്നതിൽ അവൻ പ്രയാസം, ട്രബിള് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ഹാവിങ് എ ഹാർഡ് ടൈം ഗെറ്റിംഗ് ഇൻ ടു കോളേജ്. ഇവിടെ ഗെറ്റ് ഇൻ അല്ല വന്നിരിക്കുന്നത്, ഇൻറ്റു ആണ് വന്നിരിക്കുന്നത്. ഗെറ്റിംഗ് ഇൻറ്റു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാരണം ഇവിടെ ഒബ്ജക്റ്റ് വന്നതുകൊണ്ടാണ്, കോളേജ് വന്നതുകൊണ്ടാണ്. ഹി ഈസ് ഹാവിങ് എ ഹാർഡ് ടൈം ഗെറ്റിംഗ് ഇൻ ടു കോളേജ്. ഒബ്ജക്റ്റ് വരികയാണെങ്കിൽ ഗെറ്റ് ഇൻറ്റു യൂസ് ചെയ്ത് സംസാരിക്കുന്നതാണ് കുറച്ചുകൂടെ അനുയോജ്യം. ഹി ഈസ് ഹാവിങ് എ ഹാർഡ് ടൈം ഗെറ്റിംഗ് ഇൻ ടു കോളേജ്. നെക്സ്റ്റ്, ഐ ഹോപ്പ് ഐ ഗെറ്റ് ഇൻ ദ ടീം ദിസ് ഇയർ. ഈ വർഷം ടീമിൽ പ്രവേശിക്കുമെന്ന്, അതിൻ്റെ ഭാഗമായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് ഐ ഗെറ്റ് ഇൻ ദ ടീം ദിസ് ഇയർ. നെക്സ്റ്റ്, ആർ യു ഗോയിങ് ടു ഗെറ്റ് ഇൻ ഓൺ ദ ഗെയിം? താങ്കൾ ഗെയിമിൽ ജോയിൻ ചെയ്യുവാനായിട്ട് പോകുകയാണോ? അതിൻ്റെ ഭാഗമായി തീരുവാനായിട്ട് പോകുകയാണോ? ആർ യു ഗോയിങ് ടു ഗെറ്റ് ഇൻ ഓൺ ദ ഗെയിം? നെക്സ്റ്റ്, ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇൻ, താങ്കൾക്ക് പ്രവേശിക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി തീരുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ യു നീഡ് ടു അപ്ലൈ ഇയർലി. താങ്കൾ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്, അപ്ലൈ ചെയ്യണം. യു നീഡ് ടു അപ്ലൈ ഇയർലി. നെക്സ്റ്റ്, ദേ ആർ വെരി സെലക്റ്റീവ്. അവർ വളരെ സെലക്റ്റീവാണ്. സോ നോട്ട് എവ്രി വൺ വിൽ ഗെറ്റ് ഇൻ. അതുകൊണ്ട് എല്ലാവരും പ്രവേശിക്കില്ല. സോ നോട്ട് എവ്രി വൺ വിൽ ഗെറ്റ് ഇൻ. നെക്സ്റ്റ്, ഷീ ഗോട്ട് ഇൻ ദ കൊയർ ആഫ്റ്റർ ഹെർ ഓഡീഷൻ വെൻ വെൽ. അവളുടെ ഓഡീഷൻ നന്നായി നടന്നതിന് ശേഷം അവൾ കൊയറിൽ ജോയിൻ ചെയ്തു. മീൻസ് അതിൻ്റെ ഭാഗമായിട്ട് തീർന്നു. പാസ്റ്റാണ്. ഷീ ഗോട്ട് ഇൻ ദ കൊയർ ആഫ്റ്റർ ഹെർ ഓഡീഷൻ വെൻ വെൽ. നെക്സ്റ്റ്, ഗെറ്റിംഗ് ഇൻ ദ കമ്പനി റിക്വയർസ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. കമ്പനിയിൽ പ്രവേശിക്കുവാനായിട്ട്, ജോയിൻ ചെയ്യുവാനായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് വേണം. ഗെറ്റിംഗ് ഇൻ ദ കമ്പനി റിക്വയർസ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. നെക്സ്റ്റ്, ഇറ്റ്സ് ടഫ് ടു ഗെറ്റ് ഇൻ വിത്തൗട്ട് ദ റൈറ്റ് കണക്ഷൻസ്. ശരിയായ കണക്ഷനുകളില്ലാതെ പ്രവേശിക്കുന്നത് പ്രയാസമാണ്. ഇറ്റ്സ് ടഫ് ടു ഗെറ്റ് ഇൻ വിത്തൗട്ട് ദ റൈറ്റ് കണക്ഷൻസ്. നെക്സ്റ്റ്,
യു നീഡ് ടു പാസ് എ ടെസ്റ്റ് ടു ഗെറ്റ് ഇൻ ദ അഡ്വാൻസ് ക്ലാസ്. അഡ്വാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് താങ്കളൊരു ടെസ്റ്റ് പാസ്സാക്കണം. യു നീഡ് ടു പാസ് എ ടെസ്റ്റ് ടു ഗെറ്റ് ഇൻ ദ അഡ്വാൻസ് ക്ലാസ്. നെക്സ്റ്റ്, ഷീസ് ബീൻ ട്രൈങ് ടു ഗെറ്റ് ഇൻ ദ ബാൻഡ് ഫോർ ഇയേഴ്സ്. അവൾ വർഷങ്ങളായിട്ട് ബാൻഡിൽ ജോയിൻ ചെയ്യുവാനായിട്ട് പ്രവേശിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. ഷീസ് ബീൻ ട്രൈങ് ടു ഗെറ്റ് ഇൻ ദ ബാൻഡ് ഫോർ ഇയേഴ്സ്. നെക്സ്റ്റ്, ഐ ആം ഗ്ലാഡ് യു ഫൈനലി ഗാട്ട് ഇൻ ദ ക്ലബ്. നീ ഫൈനലി അവസാനം ക്ലബിൽ ജോയിൻ ചെയ്യുന്നതിന് മീൻസ് അതിൻ്റെ ഭാഗമായി തീർന്നതിന് എനിക്ക് സന്തോഷമുണ്ട്. ഐ ആം ഗ്ലാഡ് യു ഫൈനലി ഗാട്ട് ഇൻ ദ ക്ലബ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഗ്രൂപ്പ്. അതൊരു ഗ്രേറ്റ് ഗ്രൂപ്പാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഗ്രൂപ്പ്. നെക്സ്റ്റ്, ടു ഗെറ്റ് ഇൻ പ്രവേശിക്കുവാനായിട്ട് യു ഹാവ് ടു സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ആറ്റ് എ പോർട്ട്ഫോളിയോ. നീ ഒരു ആപ്ലിക്കേഷനും പോർട്ട്ഫോളിയോയും സമർപ്പിക്കേണ്ടതാണ്. ടു ഗെറ്റ് ഇൻ യു ഹാവ് ടു സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ആറ്റ് എ പോർട്ട്ഫോളിയോ.